ഭക്ഷണം എങ്ങനെയുണ്ട് മുത്തശ്ശ? വിശപ്പുണ്ടെങ്കിൽ രസം പോലും നല്ല രുചിയായിട്ട് തോന്നും. ചൂടുവെള്ളത്തില് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് കലക്കി വെച്ചിട്ട് അത് സാമ്പാറാണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കണോ അല്ലേ? 4-5 പച്ചക്കറികൾ വെട്ടിയെരിഞ്ഞിട്ട് അതിൽ ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയിട്ട് തോരനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം. ഇതാണ് ചോറ്, വെന്തിട്ട് പോലുമില്ല. അല്ല രവീന്ദ്ര, നമ്മളെപ്പോലെ വയസ്സായവർക്കൊക്കെ ഇത് കഴിക്കാൻ പാടുണ്ടോ? എത്ര വർഷമായെന്നറിയോ ഇതുവരെ മര്യാദക്ക് പാചകം ചെയ്യാൻ പഠിച്ചില്ല. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത് അമ്മയല്ല മുത്തശ്ശ, ഞാനാ. ഇനി ഒരു 4 ജന്മം കൂടി നീ എടുത്താലേ എന്റെ തുളസി ഉണ്ടാക്കുന്ന റേഞ്ചിൽ ഭക്ഷണം ഉണ്ടാക്കാൻ മോൾക്ക് കഴിയൂ. ആ കുഴപ്പമില്ല, കുറച്ച് സാമ്പാർ കൂടി ഒഴിക്ക്. വെറും ചൂടുവെള്ളത്തിൽ നിർത്തിയോ അതോ വല്ല സ്വീറ്റ്സോ പായസോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാ മാവ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ഇതെന്താ ലഡ്ഡു പകുതി മുറിച്ചു വെച്ചിരിക്കുന്നേ? അത് മുഴുവനായിട്ട് വെക്ക്. ആ ഉറക്കം നോങ്ങിക്ക് കൂടെ വെക്ക്. അവന്റെ കൈ കൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് എടുത്ത് കൊടുക്കാനും പറ. ആചാരങ്ങളൊക്കെ മറന്നുപോയി എല്ലാരും. തുളസി അമ്മാവനെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാ. അമ്മാവൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ മനസ്സ് ശരിക്കും തങ്കം തന്നെയാ. മരുമകളെയും കൊച്ചുമക്കളെയും തോളിൽ ചുമന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന് വഴികാട്ടിയായി. ഇനി മുതൽ എന്റെ മോളും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാ. നിങ്ങളുടെ കൊച്ചുമോൻ അച്ഛനില്ലാതെ വളർന്നതുപോലെ എന്റെ മോള് അമ്മയില്ലാതെ വളർന്നവളാ. കുറെ കുട്ടിത്തമുള്ള മനസ്സാ, പക്ഷേ പൊന്നുപോലെ നോക്കിക്കോളും. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ മനസ്സിൽ വെക്കരുത്. കുറച്ച് മനസ്സലിവുണ്ടാകണം. ഇങ്ങോട്ട് നോക്കിയേ. ഈ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ ബാക്കി ഒന്നും ചിന്തിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇവളിവിടെ വാല് കൂടുതലാട്ടിയാൽ അതെവിടെ വെച്ച് മുറിക്കണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എടുത്ത് കഴിക്കുന്നേ. എനിക്ക് പട്ടാഭിഷേകം തന്നെ വേണ്ടെന്ന് പറഞ്ഞ് പിതാവിന്റെ വാക്ക് നിറവേറ്റാനായി ശ്രീരാമചന്ദ്ര രാജകുമാരൻ വനവാസത്തിന് പോകാൻ തയ്യാറായി. പൂർണിമ, ഇന്ന് ഇത്രയും മതി. മോൾ അങ്ങോട്ട് ചെല്ല്. അല്ല അമ്മയുടെ ആഭരണം എത്ര സുന്ദരിയായിരിക്കുന്നെന്നറിയോ? വാ. ഒരു നിമിഷം ആദി. ഇതിപ്പോ എന്തിനാളമ്മേ? ഏട്ടത്തിയുടെ രൂപത്തിൽ ദേവതയെ പോലെ വന്നിരിക്കുന്നു.
അതുകൊണ്ട് ഒരു ദൃഷ്ടിയും ഇവൾക്ക് പെടാൻ പാടില്ല. ആശ, ഇതുകൊണ്ട് ഈ മുറ്റത്തൊഴിക്ക്. നമ്മുടെ കുടുംബത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ദുരന്തങ്ങളൊക്കെ മതി. നിങ്ങൾക്കാണെങ്കിൽ ഇതാദ്യത്തെ കുട്ടിയുമാണ്. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇളയമേ. ഇതെല്ലാം എൻ്റെ അമ്മയുടേതാണ്. പൂർണ്ണമായി ഇത് ധരിച്ചതിൻ്റെ അർത്ഥം അവളുടെ വയറ്റിലുള്ള എൻ്റെ അമ്മ ധരിച്ചതിന് തുല്യം തന്നെയാണ്. ഇവള് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ഉള്ളത്. അതുകൊണ്ട് ഒരാപത്തും ഉണ്ടാവാൻ പോകുന്നില്ല. ആവശ്യമില്ലാത്ത ഒന്നും ആലോചിക്കണ്ടല്ലോ അമ്മേ. പൂർണ്ണിമയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ആദ്യമോൻ ഈ ആഭരണങ്ങളൊക്കെ വേണ്ടാന്ന് പറയുമോന്ന് ഞാൻ ഭയപ്പെട്ടു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും നടന്നില്ല. എല്ലാം വിധിപ്രകാരം നടന്നിരിക്കുന്നു. മോം ആരതി ഒഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മോമിനെന്താ പ്രയോജനം? മോം ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഈ വീട്ടിൽ മോമിന്റെ പ്രസൻസ് ആർക്കും ഒരു പ്രശ്നമല്ല. ഇപ്പോഴേ ഇങ്ങനെ, ഇനി ആ കുഞ്ഞെങ്ങാനും ജനിച്ച അത് വരില്ല. എന്താ പറഞ്ഞേ? ഈ വീടിനും ആ മാധവനും സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അല്ല, ഈ കാലത്തിലൊക്കെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ട് ആര് കൊണ്ടുപോയി വായിക്കാനാ? ഈ പുസ്തകത്തിന്റെ കച്ചവടമൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തോ അങ്ങനെ പോകുന്നു. ഏ അമ്മാവാ, ആ, ആ. രവീന്ദ്രൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഇതൊക്കെ എന്തിനാ? നിങ്ങളുടെ ജീവിത സ്വപ്നത്തെ നിങ്ങൾ ഈ വീട്ടിൽ വിട്ടിട്ട് പോകുമ്പോ എനിക്ക് നിങ്ങളെ വെറും കൈയോടെ വിടാൻ കഴിയുമോ? ഒരച്ഛൻ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ നിൽക്കുന്നവനാ. എന്നാൽ അയാൾ തളർന്നു പോകുന്നത് ഒരേ ഒരു സമയത്ത് മാത്രം. മകള് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ്. എന്നാൽ വിധി അതാണ്. അതനുഭവിച്ചേ പറ്റൂ. സത്യം തന്നെയാ. എല്ലാവരും രാവിലെ കരാഗ്രേ വസുതേ ലക്ഷ്മി എന്ന് കരം നോക്കി എഴുന്നേൽക്കുമ്പോ ഞാൻ മാത്രം ശ്രീ കണ്ണാടി കൊണ്ടുവാ എന്ന് പറഞ്ഞാ എഴുന്നേൽക്കുന്നു. അത് കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്നത് വരെ ശ്രീ തന്നെയാ സഹസ്രനാമം. ഇനി അങ്ങോട്ട് അവൾ എന്റെ കൂടെ ഇല്ലെന്ന് ഓർക്കുമ്പോ മനസ്സ് കേൾക്കുന്നില്ല. എന്നാലും അംഗീകരിച്ചല്ലേ പറ്റൂ. അതാണ് വിധി. വാ മോളെ. ഇവള് ഇനി മുതൽ നിങ്ങളുടെ കുട്ടിയാ. നിങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. ചേട്ടാ, ഇനി മുതൽ ശ്രീ ഞങ്ങളുടെ മോളാ. ചേട്ടനൊന്നും കൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, എടാ, ഉറക്കം തൂങ്ങി. ക്യാബ് വിളിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് മുത്തശ്ശ, പുറത്ത് വെയിറ്റ് ചെയ്യുവാ. വന്നാട്ടെ. നോക്കി നോക്കി പതുക്കെ. ഇങ്ങോട്ട് നോക്കിയേ. ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് കളയരുത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പോണം. ഏ ആ. ഏയ്, ഏയ്.
ഈ വഴിയിൽ വെച്ച് എന്റെ കാലിലൊന്നും വീടല്ലേ. നാട്ടുകാരെന്നെ കിളവാന്ന് വിളിച്ച് കളിയാക്കി കളയും. ഓ അങ്ങനെയാണോ? വന്നാട്ടെ. ഇങ്ങോട്ട് നോക്കനിയാ, കാറ് റോഡിൽ വളരെ സൂക്ഷിച്ചോടിക്കണേ, ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ പേടിച്ചു പോവും. അതെ അങ്കിളെ, ശ്രദ്ധിച്ചു പോണേ. അങ്കിൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. അങ്കിളുടെ മകളെ ഞാൻ പൊന്നുപോലെ നോക്കും. സ്മൈൽ. ഇപ്പൊ എന്തായാലും നീ ഉണ്ട്. സെലക്ട് ചെയ്തിരുന്നു, ഞാൻ ഇടുന്നു. നീ പോയതിനു ശേഷം എന്റെ ഷർട്ട് ഞാൻ തന്നെ വേണ്ടേ സെലക്ട് ചെയ്യാൻ? കോഫി? ഷുവർ. അച്ഛാ, അച്ഛാ, കുതിര ഇങ്ങനെയാണോ മൂവ് ആവുന്നേ? എൽ ഷേപ്പിലല്ലേ മൂവ് ആവുള്ളൂ. അച്ഛാ, ശ്രീ, എന്തായാലും എന്നെ ഞാൻ മറക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ കൺകുളിർക്കെ കണ്ടു. ജീവിതത്തിൽ ഇനി എനിക്ക് ഒരാഗ്രഹങ്ങളും ഇല്ല. തുളസിയോടുള്ള എന്റെ കടപ്പാട് ഒരിക്കലും വീട്ടാൻ കഴിയില്ല. രവീന്ദ്ര ചേട്ടൻ ഇപ്പൊ ആകെ ഒറ്റയ്ക്കായി കാണും. അദ്ദേഹത്തിന് വന്ന രോഗത്തിന് ആര് സഹായിക്കാനുണ്ടാവും? എന്തായാലും ദത്തൻ ചേട്ടാ, നിങ്ങളെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അത്രയും നല്ലൊരു മനസ്സ് തോന്നി, അവരെ അംഗീകരിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം. എന്തെങ്കിലും പിടിവാശി കാണിക്കൂന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങോട്ട് നോക്ക് കേശവ, തുളസിയും ആ ഉറക്കം തൂങ്ങി എന്നെ വിട്ടുപോയാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ എന്തു ചെയ്യുന്നതും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. ഇത് തുളസിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ആ ഉറക്കം തൂങ്ങിക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ ദത്തൻ ചേട്ടാ, മുന്നോട്ട് പോകും തോറും അവൻ മനസ്സിലാക്കിക്കൊള്ളും. എന്നാലും കേശു, എന്നോട് പറയാതെ അവൻ കല്യാണം കഴിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോ ഇപ്പോഴും എനിക്ക് ദേഷ്യമൊക്കെ വരും. എന്നാലേ ആ ഒളിച്ചോടിപ്പോയവളോടുള്ള ദേഷ്യം കാണിക്കുന്നത് പോലെ ഇവനോട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അവളോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നത്? അതും അങ്ങ് വിട്ടേക്ക്. പെൺകുട്ടികൾക്ക് ജനിച്ച വീടിനോട് അധികം സ്നേഹം ഉണ്ടാവും. സന്ധ്യ ആരും കാണാതെ അവളുടെ അമ്മയെ വന്ന് കണ്ടിട്ട് പോകുന്നു. അത് കണ്ടിട്ട് വിഷമം തോന്നുന്നുണ്ട്. അവരോടൊന്ന് ക്ഷമിച്ചൂടെ? അതിന് ക്ഷമയേ ഇല്ല. അതുമാത്രം ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം നടക്കാനേ പോകുന്നില്ല. അവള് അവളുടെ അമ്മയെ എന്തിനാണ് കാണാൻ വരുന്നതെന്ന് അറിയാം നിനക്ക്? അവളുടെ വില കൂട്ടാൻ വേണ്ടിയിട്ടാ. അത് ഈ മണ്ടിപ്പെണ്ണ് തുളസിക്ക് മനസ്സിലാവുന്നില്ല.
തുളസിക്ക് അവളുടെ മകളെന്ന് വെച്ചാൽ ജീവനാ. എന്നാൽ അവളോ തികച്ചും സ്വാർത്ഥമതിയാ. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? സിദ്ധാർത്ഥു അവളെ പോലെയല്ലേ ആരോടും പറയാതെ കല്യാണം കഴിച്ചത്? അപ്പോ പേരക്കുട്ടിക്കൊരു ന്യായം, സന്ധ്യയ്ക്കൊരു ന്യായം. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥമായിട്ട് അവള് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഉറക്കം തൂങ്ങി പ്രേമിച്ചെങ്കിൽ പോലും 3 വർഷമായി അവൻ കാത്തിരുന്നില്ലേ? എന്തിനാന്ന് പറ? എന്നോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും മാത്രം. അമ്മയും മകനും ചേർന്ന് ഈ വിഷയം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം സത്യമാ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ പോയി ചെയ്തത്. അവസാനം എന്നോട് ഒളിക്കാൻ പാടില്ലെന്ന് കരുതി പറയണമെന്ന് വെച്ച് വന്ന് പറഞ്ഞു. എന്നാലാ ഓടിച്ചോടിപ്പോയോളോ? അങ്ങനെ ചെയ്തോ? ഇല്ല, ഞാനായി എന്റെ ജീവിതമായി എന്നും പറഞ്ഞ് ഓടിപ്പോയി. ഇപ്പൊ അവൾ അനുഭവിച്ചോണ്ടിരിക്കുക. അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അവരവരുടെ കർമ്മത്തിന്റെ ഫലം അവരവരനുഭവിക്കും. പേരക്കുട്ടിയുടെ കല്യാണം നടന്നു. അതിനുശേഷം നടക്കേണ്ട ചടങ്ങുകളെ പറ്റി ഏട്ടൻ വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? അതിനുശേഷോ? അതെന്താ? ശാന്തി മുഹൂർത്തം. ആ സന്തോഷം നോക്ക്. എന്നോട് പറയാതെ കല്യാണം കഴിച്ചല്ലേ. അവര് എപ്പോ ഒന്നാകണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. അടുത്തൂടെ പോലും പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രിയ ഭർത്താവ് എന്താ ചെയ്യുന്നേ? ആരെയാ വിളിച്ചേ? അടുത്ത വീട്ടിലെ നാരായണനെ. നിന്നെ തന്നെ. നീ പെട്ടെന്ന് പ്രിയ ഭർത്താവ് എന്നൊക്കെ വിളിച്ചാൽ ഞാനങ്ങ് കൺഫ്യൂസ് ആയി പോകൂലേ? നിനക്കൊരു കാര്യം അറിയോ ബോസ്? നീ എപ്പോഴും എന്നെ മണ്ടൻ, പൊട്ടൻ, കഴുത, കൊരങ്ങൻ എന്ന് വേണം വിളിക്കാൻ. നോൺ സ്റ്റോപ്പായിട്ട് നീ അങ്ങനെ വിളിക്കാം. അതാണ് എനിക്ക് സന്തോഷം. ഇനിയും എന്തൊക്കെ സന്തോഷം നിനക്ക് വേണ്ടേ? ഇനി ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ എങ്ങനെ പറയുക? അതെന്താ? ഇന്ന് മുത്തശ്ശിന് വേണ്ടി വെച്ച ബെറ്റിൽ തോറ്റു. അതിന്റെ കണക്ക് തീർക്കണ്ടേ? സോ അപ്പു, അല്ല, ഈ പെയിന്റിംഗ് ഉണ്ടല്ലോ, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വാങ്ങിച്ചതാ. തുളസി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇപ്പോഴല്ലേ അവര് കല്യാണം കഴിഞ്ഞത്. റൂം തുറക്കുന്നതിന് മുമ്പ് കതവ് തട്ടണ്ടേ? ഇതുപോലും നിനക്കറിയില്ലല്ലോ. ഇനിയെങ്കിലും സൂക്ഷിച്ചു പെരുമാറണം. ചെയ്യുന്നതല്ല ഇതുപോലുള്ള അബദ്ധങ്ങളാ. ഇപ്പൊ കണ്ടില്ലേ എന്താ ഉണ്ടായെന്ന്? എന്തുണ്ടായിന്ന്? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. അമ്മയുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടത് കണ്ടില്ലേ? അതാ ഇപ്പൊ നന്നായ. വിഷമിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? പുതുമോടികളാ നമ്മൾ. അപ്പൊ ഇതെല്ലാം സാധാരണ. അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അതുകൊണ്ട് നീ ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. ഓക്കെ? ഈ ജ്യൂസ് കുടിക്ക, എല്ലാം ശരിയാക്കോ. ഏയ് നോ 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 നോ, ആ ടെനിക്കോസ് നാളെ 10 മണിക്ക് തന്നെ ഷൂട്ട് ചെയ്യണം. യെസ് യെസ്, അത് തന്നെ ഞാൻ ഫൈനലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ ഷുവർ. യാ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു.
ഷൂട്ടിംഗ് ഒക്കെ റെഡിയായോ? യാ ബ്രോ, സ്റ്റുഡിയോ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. ഹാഫ് ആൻ അവർ കൊണ്ട് അതും സെറ്റ് ആവും. ആ മോണിക്ക ഒട്ടും പങ്ക്ച്വലല്ല, അറിയാലോ അല്ലേ? അവരുടെ ഡേറ്റ് കിട്ടിയായിരുന്നോ? സെലിബ്രിറ്റി അല്ലേ ചേട്ടാ, കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണും. 10 crore കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവര് ഓക്കെ ആയി.